ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇതെന്താന്നല്ലേ, ഇതാണ് സ്റ്റഫ്ഡ് മാംഗോ കുൽഫി. വേറെ ഒന്നല്ല, നമ്മുടെ മാങ്ങാണ്ടിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളില് കുൽഫി ബാറ്റർ ഒഴിച്ച് ഫ്രീസ് ചെയ്ത് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. അതിനുവേണ്ടി 1 ലിറ്റർ പാല് നന്നായി തിളപ്പിച്ച് വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, എന്നിട്ട് നന്നായി കുറുക്കി വറ്റിച്ചെടുക്കാം. ഇനി ഞാൻ ബദാമും കശുവണ്ടിപ്പരിപ്പും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തത്, ഇത് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇനി 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് കുങ്കുമപ്പൂവ്, ഇതും കൂടി ചേർത്ത് നന്നായി വറ്റിച്ചെടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ 2 നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങ എടുത്ത ടേസ്റ്റ് കൂടും. ഇനി ഈ മാങ്ങയുടെ മേൽഭാഗം മാത്രം കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് കളയാൻ പാടില്ല, അവിടെ ഇരിക്കട്ടെ, നമുക്ക് മൂടി വെക്കാനുള്ളതാണ്. ഇനി ഒരു കത്തി വെച്ചിട്ട് മാങ്ങാണ്ടിയുടെ സൈഡ് നോക്കിയിട്ട് പതുക്കെ ഉള്ളു വരെ ചെത്തണം. ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഒന്ന് തിരിക്കുമ്പോ മാങ്ങാണ്ടി നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഇതുപോലെ 2 മാങ്ങേര് നമ്മളിങ്ങനെ എടുക്കാം. ഇനി ആ മാങ്ങയുടെ അണ്ടിമുള്ള പൾപ്പ് ഫുള്ളായിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്തു വെക്കുക. ഇതെന്തിനാന്ന് വെച്ചാല് നമ്മൾ മാംഗോ കുൽഫി ഉണ്ടാക്കാനല്ലേ. അപ്പൊ നേരത്തെ പാല് വറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് ഈ മാങ്ങയുടെ പൾപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ മാംഗോ കുൽഫിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ആ മാങ്ങയുടെ ഉള്ളിലോട്ട് കുൽഫിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ മേൽഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തോണ്ട് ഇത് മൂടി വയ്ക്കാം. ഇത്രയുള്ള പരിപാടി. ഇതിങ്ങനെ നേരെ ഫ്രീസറിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഒരു രാത്രി ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്യാം. ഇനി ബാലൻസ് ഉള്ള ബാറ്റർ ഉണ്ട്, കുൽഫി ബാറ്റർ. അത് നമുക്കിത് ഇതുപോലെ കുൽഫി മോൾട്ടിലോ പേപ്പർ ഗ്ലാസ്സിലോ ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിലോ വെച്ചിട്ട് നമുക്കത് ഫ്രീസ് ചെയ്ത് ഐസ്ക്രീം മാതിരി കഴിക്കാം. ഞാനിപ്പോ കുൽഫി മോൾഡ് ഉള്ളത് കൊണ്ട് മാത്രം അതിലോട്ട് ഒഴിച്ച് നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ ഒരു വടിക്ക് 2 പക്ഷി. ഒന്ന് മാങ്ങയുടെ ഉള്ളിൽ കുൽഫി കഴിച്ച്, പിന്നെ സാധാ നോർമലായിട്ട് കുൽഫി കഴിക്കാം. അപ്പൊ നമ്മൾ ഇതും ഫ്രീസറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കേട്ടോ. ഇനി ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഫ്രീസർ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ആ മാങ്ങയുടെ തൊലിയൊക്കെ നന്നായി ചെത്തിയെടുക്കാം. കൈ ചെറുതായി ഒന്ന് മറയിരിക്കും, കാരണം ഐസല്ലേ. എന്നിട്ട് പതുക്കെ ചെത്തിയെടുക്കാം. ഫ്രീസറിൽ നിന്ന് വെക്കണോണ്ട് നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കും. അപ്പൊ നമ്മൾ ഓരോന്നും ചെത്തി പതുക്കെ എടുക്കാം. ഇനി നമ്മൾ അങ്ങനെ തന്നെ കഴിക്കാൻ ചിലവർക്ക് ഇഷ്ടമുണ്ടാവും. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ലൈറ്റായിട്ട് ലൂസായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പല്ലല്ലെങ്കിൽ കറക്റ്റ് പാകത്തിനാവും കേട്ടോ. ഇത് കണ്ടില്ലേ, കറക്റ്റ് പീസ് എടുക്കണ മാതിരിയാണ് വന്നത്, മാങ്ങാണ്ടി വരെ കഴിക്കണ മാതിരി. ഓക്കെ, അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കി. പല്ല് ഓട്ടപ്പല്ലാണേ, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ നിങ്ങളെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ കുറച്ചു നേരം വെളിയിൽ വെച്ച് ഒന്ന് ഐസൊക്കെ തണുത്ത് കഴിയുമ്പോ മാത്രം നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വരാം. ആദിലക്ഷ്മി കിച്ചൻ വേൾഡ് മറക്കാതെ കാണാം.